ഹായ്, ലേൺസ് ഫോർ SSLCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മൾ മോഡൽ എക്സാമിൻ്റെ പ്രിപ്പറേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് നമ്മൾ ലൈവ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ലൈവിൻ്റെ ടൈമിൽ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിൽ എങ്ങനെയാണ് നമ്മൾ nth ടേം കാണുന്നത് എന്നുള്ളതാണ്. nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? nth ടേം കാണാനായിട്ട് xn = a + n-1 × d ആണ് അല്ലേ. ഇതിൽ നമ്മളോട് ഇപ്പോൾ 10th ടേമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 10 കൊടുക്കണം. എത്രാമത്തെ പദമാണ് നിങ്ങളോട് എത്രാമത്തെ ടേമാണോ കാണാൻ പറയുന്നത് അതാണ് എന്നിൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേമാണ് അല്ലേ. ഫസ്റ്റ് ടേമാണ്. ഫസ്റ്റ് ടേമിനെ നമുക്ക് പല രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ. എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ടേമിനെ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ x1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് f1 എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടേമിനെ x1, f1 അതുപോലെ എ എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അതിൽ നമുക്കപ്പോൾ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണെന്ന് മനസ്സിലായി. നമുക്ക് n എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. 10 ആണെന്നറിയാം. അപ്പോൾ n-1 എന്ന് പറയുമ്പോൾ 10 - 1 ചെയ്യുമ്പോൾ 9 വരും. d എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. കോമൺ ഡിഫറൻസ് ആണെന്ന് അറിയാം. കോമൺ ഡിഫറൻസും അറിയാം. അതിന് നിങ്ങളുടെ അടുത്ത് ഞാനിപ്പോൾ ഒരു സീക്വൻസ് തരാണെന്നുണ്ടെങ്കിൽ, അതായത് 2, 4, 6 ഇങ്ങനെ ഒരു സീക്വൻസ് കിടക്കുകയാണ്. ഈ സീക്വൻസിൻ്റെ 10th ടേം കാണാൻ പറയാമെന്ന് വിചാരിക്കും. x10 കാണാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യണം? എയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. ഫസ്റ്റ് ടേം 2 ആയതുകൊണ്ട് 2 എന്ന് കൊടുക്കുക. അതുപോലെ നമുക്ക് d എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഈ സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലേ. അതായത് x2 - x1, അതായത് എന്ത് വരും? 4 - 2 = 2 എന്ന് വരും അല്ലേ. കോമൺ ഡിഫറൻസ് അപ്പോൾ എത്ര കിട്ടിയത്? 2 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എയുടെ സ്ഥാനത്ത് 2 കൊടുക്കുക. 2 + n-ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? n-ൻ്റെ സ്ഥാനത്ത് 10 കൊടുത്തിട്ട് 10 ൽ 1 പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 9 × d എന്ന് കൊടുക്കുക അല്ലേ. d എത്രയായിരുന്നേ? d 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 + 18 = എത്ര കിട്ടും? 20 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? xn, അതായത് x10 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 20 ആണെന്ന് കിട്ടി. മനസ്സിലായോ? ഇങ്ങനെയാണ് nth ടേം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ.